ഓം ശാന്തി. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഒരു കൊച്ചു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് കേട്ടാൽ എൻ്റെ മനസ്സിലത് കേട്ട ദിവസം ഞാൻ എന്തൊക്കെയോ നേടിയ പോലെ തോന്നി. അതുകൊണ്ട് ആ ഒരു സുഖം നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഇന്ന് ഈ കഥ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. ഒരിക്കലൊരു ക്ഷേത്രത്തിൽ ദിവസവും അവിടെ അടിച്ചു തെളിക്കുകയും ക്ലീൻ ചെയ്യുകയും ക്ഷേത്രത്തിൻ്റെ സേവനങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരാൾ, അദ്ദേഹം വൈകുന്നേര സമയത്ത് എല്ലാവരും ക്ഷേത്രത്തിൽ നിന്ന് പോയി ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പറയുകയാണ്, ഈ ഭഗവാൻ എന്താ സുഖം, ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയല്ലോ. എല്ലാവരും വരുന്നു, മഹിമ പാടുന്നു, പൂക്കൾ കൊടുക്കുന്നു, പഴങ്ങൾ കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അലങ്കരിക്കുന്നു, എന്താ ഒരു സുഖം, ഇങ്ങനെ നിന്നാൽ മതിയല്ലോ. ഈ കഷ്ടപ്പെട്ട് ഇവിടെ കടിച്ചു വാരുക, വൃത്തിയാക്കുക, വരുന്നവരൊക്കെ മണ്ണ് ക്ലീൻ ചെയ്യുക, ഇതൊക്കെ എൻ്റെ പണിയല്ലേ. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് അയാൾ ചോദിച്ചു പോലും, നിനക്ക് എന്നെപ്പോലെ നിൽക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ ഭക്തൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഒരു ദിവസമെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി നോക്ക്. അപ്പോൾ വീണ്ടും ഈശ്വരൻ പറഞ്ഞു പോലും, കണ്ടീഷൻ, ഞാൻ നിൽക്കുന്ന അതേപോലെ മൂർത്തിയായിട്ട് നിൽക്കണം. എന്ത് തന്നെ കണ്ടാലും എന്ത് കേട്ടാലും ഒരു അക്ഷരം മിണ്ടരുത്, പറയരുത്, മൂർത്തി എങ്ങനെ നിൽക്കും അതേപോലെ നീ നിൽക്കണം എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ കുഴപ്പം, ഞാൻ നിൽക്കാം. പക്ഷെ തിരിച്ച് പറയാണ് ഭക്തൻ, കണ്ടീഷൻ, ഇവിടെയുള്ള പണിയൊക്കെ നീ എടുത്തേക്കണം. ഭഗവാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ ചെയ്തോളാം. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ കണ്ടീഷൻ അനുസരിച്ച് ഭക്തൻ ഭഗവാന്റെ സ്ഥാനത്ത് മൂർത്തിയായിട്ട് നിന്നു. ഭഗവാൻ സേവനമൊക്കെ ആരംഭിച്ചു. കുറച്ച് സമയം കഴിഞ്ഞു. ഒരു വലിയ ധനികനായിട്ടുള്ള ആൾ, അദ്ദേഹം സ്ഥിരമായിട്ട് ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമായിരുന്നു. അയാൾ വന്നു ഭഗവാനോട് പറയുകയാണ്, ഈശ്വര, എന്നും എൻ്റെ എല്ലാ കച്ചവടത്തിലും നീ എന്നെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, എന്നും നിൻ്റെ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കച്ചവടം കൂടി എനിക്ക് നടന്നു കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു തുക ഞാൻ നിനക്ക് ഗിഫ്റ്റായിട്ട് തരും കേട്ടോ, ഇതെൻ്റെ അവസാനത്തെ കച്ചവടം എനിക്ക് തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച അയാൾ അവിടെ സാഷ്ടാംഗ പ്രണാമം നടത്തി. പ്രണാമിച്ച സമയത്ത് അയാളുടെ കഴുത്തിലെ മാല പൊട്ടി അവിടെ താഴെ വീണു. നല്ല തടിച്ച സ്വർണ്ണമാലയായിരുന്നു. അയാളതറിഞ്ഞില്ല. പ്രണമിച്ചു, സാഷ്ടാംഗ പ്രണാമം കഴിഞ്ഞ് എഴുന്നേറ്റ് ഭഗവാന്റെ അടുത്ത് പോവുകയും ചെയ്തു. ഒരു 2 മിനിറ്റ് പോലും കഴിഞ്ഞില്ല, അടുത്ത ഭക്തൻ വന്നു. വളരെ ദരിദ്രനായിട്ടുള്ള ഒരാൾ, കാലങ്ങളോളായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഭഗവാനെ നീ എൻ്റെ കഷ്ടപ്പാട് തീർക്കണം, എൻ്റെ കഷ്ടപ്പാട് തീർക്കണം. അയാൾ വന്നതന്ന് ഭഗവാന്റെ അടുത്ത് പ്രത്യേക ഒരു റിക്വസ്റ്റുമായിട്ടാണ്, മകളുടെ കല്യാണം വരികയാണ്, പറഞ്ഞയക്കാൻ ഒന്നും കയ്യിലില്ല, നീ അല്ലാണ്ട് എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലത്ത് സാഷ്ടാംഗ പ്രണാമം നടത്തി. കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നു താഴെ ഒരു മാല. ഇത്രയും ദയാലുവാണല്ലോ നീ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർണ്ണമാല എടുത്ത് അയാൾ സന്തോഷത്തോടു കൂടി വലം വെച്ചു. അയാൾ വീട്ടിൽ പോയി. കുറച്ച് സമയം കഴിഞ്ഞു. അവിടെ സ്ഥിരമായി വരുന്ന ഒരു കപ്പലിലെ കപ്പിത്താനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ കപ്പൽ കിടക്കുന്നേക്കാൾ മുന്നേ ഭഗവാന്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂമായിരുന്നു. അയാൾ അന്ന് വന്ന് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ 15 ദിവസത്തേക്ക് ഈ കപ്പലും നിറച്ച് യാത്രികരുമായിട്ട് ഞാൻ യാത്ര പുറപ്പെടുകയാണ്, എൻ്റെയും യാത്രികരെയും സംരക്ഷണ നീ ഏറ്റെടുക്കണേ എന്ന് ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്തു. അയാൾ പ്രാർത്ഥിച്ചു പോണേക്കാൾ മുന്നേ ആദ്യം വന്നതായിരിക്കുന്ന ധനികൻ വീട്ടിലെത്തിയപ്പോൾ കാണുകയാണ് കഴുത്തിൽ മാലയില്ല. ഓടി വന്നു അമ്പലത്തിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ അവിടെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഇയാളാണ്, വേറെ ആരെയും കാണുന്നില്ല. അപ്പോൾ ഇയാളോട് പറയും, എൻ്റെ മാലതാ, ഇവിടെ ഒരു മാല പൊട്ടി വീണിട്ടുണ്ട്. അയാൾ പറയും, ഇവിടെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ എന്ന് ഈ ക്യാപ്റ്റൻ പറയും, സത്യസന്ധമായ മറുപടി. അപ്പോൾ അയാൾ പറയും, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നീ തന്നെയാണ് എടുത്തത്. അയാൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു, ഇയാളെ പിടിച്ചു വെച്ചു. പോലീസ് വന്നു, ഇയാളെ മാല കിട്ടാൻ വേണ്ടി പോലീസ് ശകാരിച്ചു, ചോദിച്ചു. ഇവൻ കള്ളം പറയുകയാണെന്ന് ആ ധനികൻ്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നോക്കി. ആദ്യത്തെ ധനികൻ വന്നു പോയി കഴിഞ്ഞ് പാവപ്പെട്ടവൻ വന്ന് മാലെടുക്കാൻ പോയപ്പോൾ തന്നെ മൂർത്തിയായി നിന്ന ഭഗവാന്റെ മനസ്സിളകി. ആ സേവകൻ മൂർത്തിയായി നിൽക്കണ്ടല്ലോ, അയാളുടെ മനസ്സിളകി. അയ്യോ, ഇത് നിൻ്റെ അല്ല, നിനക്ക് ഞാൻ തന്നിട്ടില്ല, ഇത് ആ ധനികൻ്റെ ആണ് എന്ന് പറയാൻ വായിൽ വന്നു, ഇവിടം വരെ വന്നു. അപ്പോൾ ഓർത്ത് മിണ്ടാണ്ട് നിൽക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. മിണ്ടാതെ നിന്നു. രണ്ടാമത് ഇയാളെ വന്ന് പിടിച്ചു കൊണ്ടുവന്നപ്പോൾ വിചാരിക്കുകയാണ്, ഭഗവാൻ ഇപ്പം എൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ അന്യായം കണ്ടു നിൽക്കില്ല, ഇത് പ്രതികരിക്കേണ്ട അന്യായം തന്നെയാണ്. ഉടനെ അയാൾ പറഞ്ഞു, ഞാൻ ഭഗവാൻ നിങ്ങളോട് പറയുകയാണ്, ഇവനല്ല ഇതെടുത്തത്, ഇതിന് മുന്നേ വന്ന ആ സാധുവായിട്ടൊരാളുണ്ട്, അയാളാണ് ഇതെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അയാളുടെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് മാല കിട്ടും, ഇയാൾ പാവം വെറുതെ വിടാൻ പറഞ്ഞു. അങ്ങനെ ആ കപ്പിത്താൻ രക്ഷപ്പെട്ടു. അയാൾ കപ്പലെടുത്ത് പോകാൻ വേണ്ടി പോയി. ഇവർ പോലീസുകാർ ആ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പോയി അയാളുടെ അടുത്ത് സ്വർണ്ണമാല പിടിച്ചെടുത്തു. അങ്ങനെ ധനികന് മാല കിട്ടി. ആ ക്യാപ്റ്റൻ ഫ്രീ ആയിട്ട് പോവുകയും ചെയ്തു. എല്ലാം നടന്നു. വൈകുന്നേരം പറഞ്ഞ പോലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു.
രാത്രി ഡ്യൂട്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഭഗവാൻ ഭക്തൻ്റെ അടുത്ത് വന്നു. ഭക്തൻ പറയാണ്, ഇന്ന് ഞാൻ ചെയ്ത കാര്യം അറിഞ്ഞാൽ അങ്ങ് തന്നെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു പോകും. അങ്ങേക്കറിയോ, ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, കഥയെല്ലാം വിവരിച്ചു. അപ്പോൾ ഭഗവാൻ പറയണം, ഞാൻ നിന്നോടൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് എന്തറിയാനാണ്? ആ സമ്പന്നനായിട്ടുള്ള ഒരാൾ, അയാൾ മരിക്കാൻ സമയമായി. ഇന്നേ വരെ ജീവിതത്തിൽ ഒരാൾക്കൊരു പൈസ പോലും അയാൾ ദാനം കൊടുത്തിട്ടില്ല. ആ ഒരു മാല പൊട്ടി വീണത് എന്തിനാണെന്ന് വെച്ചാൽ, അത് ആ പാവപ്പെട്ടവൻ്റെ കയ്യിലെത്തി അവൻ്റെ വീട്ടിലെ കല്യാണം നടന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു നല്ല കാര്യം ചെയ്തതിൻ്റെ കണക്കെങ്കിലും കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ആ മാല പൊട്ടി വീണത്. നീയായിട്ട് അവൻ്റെ ആ പുണ്യവും ഇല്ലാതാക്കി. ആ സാധുവാണെങ്കിൽ കാലങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയാണ് അവൻ്റെ മകളുടെ കല്യാണത്തിനൊരു സപ്പോർട്ടായേനെ, ആ സപ്പോർട്ടും നീ ഇല്ലാണ്ടാക്കി. അപ്പോൾ ഇയാൾ പറയാം, അത് പറഞ്ഞാൽ പറ്റുമോ? ആ പാവം ക്യാപ്റ്റൻ, അയാളെ പിടിച്ച് പോലീസ് കൊണ്ടുപോകാൻ പോവായിരുന്നില്ലേ? പറയും, എന്ത് നിനക്കറിയാനാ? ഈ ക്യാപ്റ്റൻ കൊണ്ടുപോകുന്ന കടലിൽ വെച്ച് വലിയൊരു കൊടുങ്കാറ്റ് വരാൻ പോവുകയാണ്. ആ കൊടുങ്കാറ്റിൽ അയാളും ആളുകളും മരിക്കും. അവൻ എൻ്റെ അടുത്ത് രക്ഷ ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഇവർക്കൊക്കെയുള്ള നല്ല പ്ലാൻ നീ ആയിട്ട് ഇല്ലാതാക്കിയെന്ന്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും മോശം സംഭവിക്കുമ്പോൾ ഭഗവാന് കണ്ണ് കാണില്ലേ? ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേൾക്കില്ലേ? ഭഗവാനെ എന്തിനാ എന്നെ അങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നത്? എല്ലാ പരീക്ഷണം എന്താ എന്നോട് മാത്രമേ ഉള്ളൂ? എനിക്ക് മാത്രമേ ഉള്ളൂ ഈ കഷ്ടം? ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുക. ആ ഭഗവാന്റെ പ്ലാൻ നമ്മുടെ പ്ലാനിനേക്കാൾ എത്രയോ ഉയർന്നത്, നമുക്ക് വേണ്ടി എത്രയോ നല്ലത് കണ്ടുവച്ചിട്ടുണ്ടാവും. ആ നല്ലതിൽ ചെന്നെത്തും വരെ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്, മടി കൂടാതെ, നിരാശ കൂടാതെ, മടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. തീർച്ചയായിട്ടും ആ ഹയസ്റ്റ് പ്ലാൻ, ദ ബെസ്റ്റ് പ്ലാൻ നിങ്ങളിൽ വർക്കൗട്ടാവും. നിങ്ങൾ ഈ ലോകത്തിലെ ദ ബെസ്റ്റ് ആയിട്ടുള്ള, ഹാപ്പി ആയിരിക്കുന്ന, സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണായിട്ട് മാറും. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് യാത്ര ചെയ്താലും. ഓം ശാന്തി.